നമസ്കാരം. നക്ഷത്രയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി വന്നെത്തുന്നത്, നിങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് എന്ത് മറുപടിയാണ് ആ ദൈവിക ശക്തി നിങ്ങൾക്ക് നൽകുന്നത്, നിങ്ങൾക്ക് അതിൽ വിജയം കണ്ടെത്താൻ സാധിക്കുമോ, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുമോ എന്നീ കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് റീഡിങ്ങിലൂടെ നോക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്. അതിനാൽ ഇതിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായി മാച്ചായി വന്നാൽ നിങ്ങൾ പോസിറ്റീവായി എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. അതുപോലെ തന്നെ ടൈംലെസ് ആണ്. ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എപ്പോൾ എത്തുന്നുവോ അപ്പോൾ നിങ്ങൾക്കിത് വാലിഡ് ആകുന്നതായിരിക്കും. അപ്പോൾ എന്താണ് നിങ്ങൾക്കിന്ന് ലഭിക്കുന്ന സന്ദേശമെന്നുള്ളത് തീർച്ചയായും നിങ്ങൾ അറിയാൻ ശ്രമിക്കുക. റീഡിങ്ങിലേക്ക് പോകാം. അപ്പോൾ തീർച്ചയായും നല്ലൊരു പദവിയിലേക്ക് പോകുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. അതായത് ജോലിയിൽ പ്രമോഷനൊക്കെ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ അത്തരത്തിലൊരു പ്രമോഷനാകാം, അല്ലെങ്കിൽ നിങ്ങളെ കുടുംബത്തിൽ നിന്നുമൊക്കെ മാറ്റി നിർത്തപ്പെട്ട ഒരു വ്യക്തിയാണ് എങ്കിൽ, അതായത് നിങ്ങൾക്ക് നേരത്തെ നൽകിയിരുന്ന ബഹുമാനമൊന്നും ഇപ്പോൾ ലഭിക്കാത്ത ഒരു അവസ്ഥയാണ് ഉള്ളതെങ്കിൽ അവിടെ നിങ്ങൾക്ക് നല്ലൊരു സ്ഥാനം ലഭിക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് അവിടെ നഷ്ടമായ ഒരു പദവി ലഭിക്കാൻ പോവുകയാണ് എന്നാണ് കാണുന്നത്. അത്തരത്തിൽ നിങ്ങൾക്ക് നഷ്ടമായ ഒരു പദവി അല്ലെങ്കിൽ ഒരു സ്ഥാനം നിങ്ങൾക്ക് തിരികെ ലഭിക്കാൻ പോകുന്നു എന്നാണ് കാണുന്നത്. അതുപോലെ ജോലിയിൽ പ്രമോഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത്തരത്തിലൊരു സാഹചര്യവും നിങ്ങൾക്ക് വന്നു ചേരാൻ പോകുന്നു എന്ന് കാണുന്നുണ്ട്. ഇവിടെ നിങ്ങൾ പല കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്നു എന്ന് കാണുന്നുണ്ട്. അത് ചിലപ്പോൾ ഒരു യാത്രയാകാം, അല്ലെങ്കിൽ പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങുന്നതാവാം. അത്തരത്തിലൊരു പ്ലാനിങ് ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ട്. അത് നിങ്ങൾക്ക് സക്സസ് ആയി കിട്ടുമെന്ന് തന്നെയാണ് കാണുന്നത്. അതുപോലെ സാമ്പത്തികമായി ഉയർച്ച നേടാനുള്ള അവസരങ്ങൾ നിങ്ങൾക്കുണ്ടാകുമെന്ന് കാണുന്നുണ്ട്. ഈ പ്രപഞ്ചത്തിലെ എല്ലാ ഗ്രഹങ്ങളും നിങ്ങൾക്ക് സപ്പോർട്ടായി നിൽക്കുന്നു എന്നാണ് കാണുന്നത്. അങ്ങനെ ഒരു സമയത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തിനാണോ പരിശ്രമിക്കുന്നത്, എന്ത് നേടാനാണോ പരിശ്രമിക്കുന്നത്, അത് എന്താണെങ്കിലും അതിൽ പരിപൂർണ വിജയം കണ്ടെത്താൻ നിങ്ങൾക്ക് സാധിക്കുമെന്നാണ് കാണുന്നത്. അതായത് ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മാറ്റമുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരാകാം നിങ്ങൾ. അവരുടെ ഒരു മറുപടിക്കായി നിങ്ങൾ കാത്തിരിക്കുന്നവരാകാം. അപ്പോൾ അതിനായി നിങ്ങൾ ഒരുപാട് പ്രാർത്ഥനകൾ നടത്തുന്നുണ്ടാവാം. മറ്റു പല മാർഗങ്ങൾ നോക്കുന്നവരാകാം. അത്തരത്തിൽ നിങ്ങളുടെ പരിശ്രമങ്ങൾ, നിങ്ങൾ നടത്തുന്ന ഇത്തരത്തിലുള്ള ഈ പരിശ്രമങ്ങളൊക്കെ വിജയിക്കുന്നു എന്നാണ് കാണുന്നത്. അതുപോലെ തന്നെ മറ്റുള്ളവരെ സഹായിക്കാൻ വളരെ മനസ്സുള്ള വ്യക്തികളുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതിപ്പം ഒരാളായിട്ട് നിന്നാണെങ്കിലും അല്ലെങ്കിൽ പണം കൊടുത്ത് സഹായിക്കാനാണെങ്കിലും ഒക്കെ മറ്റുള്ളവരുടെ വിഷമങ്ങൾ നിങ്ങളുടെ വിഷമങ്ങളായി ഏറ്റെടുക്കുന്നവരാണ് നിങ്ങൾ. നിങ്ങളുടെ ഉള്ളിലേക്ക് ഒരു ദൈവിക ചൈതന്യം തന്നെ കടന്നു വരാൻ പോകുന്നു എന്നാണ് കാണുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ധൈര്യം വർദ്ധിച്ചു വരുന്ന ഒരു സമയമാണ്. നിങ്ങളിൽ വളരെയധികം ആത്മവിശ്വാസം വർദ്ധിച്ചു വരുന്ന ഒരു സമയമാണ് ഇപ്പോഴത്തേത്. ആത്മവിശ്വാസത്തോടെ തന്നെ നിങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയ്ക്കായി പുതിയ വഴികൾ നിങ്ങൾ തേടാനൊരുങ്ങുകയാണ്. നിങ്ങളിൽ തന്നെ പല ദൈവിക ചിന്തകളും ഉണ്ട്. അതായത് എങ്ങനെ മുന്നോട്ട് പോയാൽ വിജയിക്കുമെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാം. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾ സ്വയം മനസ്സിലാക്കുന്ന ഒരു സമയമാണ്. മനസ്സിന് ധൈര്യം വർദ്ധിക്കുന്ന സമയമാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ ധൈര്യത്തോടെ പല കാര്യങ്ങളിലും പ്രവർത്തിക്കാൻ അതിനാൽ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾ വളരെ നാളായി പരിശ്രമിക്കുന്നതിന് ഫലമായി നിങ്ങളിലേക്ക് വളരെയധികം സാമ്പത്തിക നേട്ടം വരുന്നതായി കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ മറ്റുള്ളവർക്ക് ഉപദേശം പറഞ്ഞു കൊടുക്കാനൊക്കെയുള്ള കഴിവുള്ള വ്യക്തിയാണ്. ഒരുപക്ഷെ അവരിൽ നിന്ന് ഉപദേശം കേൾക്കാൻ നിങ്ങളത്ര താല്പര്യപ്പെടാറില്ല. പക്ഷേ അവർക്ക് നല്ല നല്ല ഉപദേശങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾക്ക് വളരെയധികം കഴിവുണ്ട്. നിങ്ങൾ വളരെയധികം ആഗ്രഹത്തോടെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്.
നിങ്ങൾ നേരത്തെ ആലോചിച്ച് വെച്ച പല കാര്യങ്ങളും നിങ്ങൾക്ക് തുടങ്ങി വയ്ക്കാൻ സാധിക്കുമെന്നാണ് ഇവിടെ കാണുന്നത്. അതിനു വേണ്ട പല അവസരങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിച്ചേരുമെന്നാണ് കാണുന്നത്. നിങ്ങൾ അതുപോലെ തന്നെ നിങ്ങൾ അറിയരുതെന്ന് വിചാരിച്ച നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും കാര്യങ്ങൾ ആരെങ്കിലും മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ തിരിച്ചറിയുന്ന ഒരു സമയം വരുന്നു എന്നാണ് കാണുന്നത്. അതുപോലെ നിങ്ങളോട് പുറമേ ചിരിച്ചു നിന്നുകൊണ്ട് നിങ്ങളുടെ കുറ്റം മറ്റുള്ളവരോട് പറയുന്ന ഒരു വ്യക്തി, അത്തരത്തിലൊരു വ്യക്തി നിങ്ങൾക്ക് ചുറ്റുമുണ്ടെന്ന് കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു വ്യക്തിയുടെ യഥാർത്ഥ സ്വഭാവം നിങ്ങൾ മനസ്സിലാക്കുന്ന സാഹചര്യങ്ങളും നിങ്ങളിലേക്ക് കടന്നു വരുന്നതാണ്. കാരണം എന്തെന്നാൽ നിങ്ങൾ എല്ലാവർക്കും നല്ലത് മാത്രം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്കെതിരെ ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ഈശ്വര ശക്തി ആ ഒരു വ്യക്തി ആരാണെങ്കിലും അവരെ നിങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവരുന്നതാണ്. അപ്രതീക്ഷിതമായി നിങ്ങൾക്ക് മുന്നിൽ അത്തരത്തിൽ ചില മനുഷ്യരെ മനസ്സിലാക്കാനുള്ള സാഹചര്യം കടന്നു വരുന്നതാണ്. അതുപോലെ തന്നെ പുതിയ ചില കാര്യങ്ങൾ പഠിക്കുന്നതിന് വേണ്ടി നിങ്ങളൊരു യാത്ര പോകുന്നതായി ഇവിടെ കാണുന്നുണ്ട്. പുതിയ ചില വ്യക്തികളെ നിങ്ങൾ കണ്ടുമുട്ടാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ആ ഒരു കണ്ടുമുട്ടൽ നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തെ നയിക്കാൻ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു തുണയായി വരുമെന്നാണ് കാണുന്നത്. അതായത് അവർ നിങ്ങൾക്ക് വേണ്ടി പല സഹായങ്ങളും ചെയ്തു തരുന്നതാണ്. എവിടെയെങ്കിലുമൊക്കെ യാത്ര പോകാൻ നിങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ആ ആഗ്രഹം സാധിക്കാനുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ പല കാര്യങ്ങളോർത്ത് ഒരുപാട് ചിന്തിച്ചു കൂട്ടുന്നൊരു അവസ്ഥയിലാണ് നിങ്ങളിപ്പോൾ ഉള്ളത്. നിങ്ങൾക്ക് പല പ്ലാനുകളും നിങ്ങളുടെ മനസ്സിലുണ്ട്. എന്നാൽ പോലും നിങ്ങൾക്ക് പല ചിന്തകളും നിങ്ങളുടെ മനസ്സിലിങ്ങനെ അടിക്കടി വന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളെ എല്ലാം തന്നെ നേരിടാനുള്ള ഒരു കഴിവ് നിങ്ങൾക്കുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ അനുഭവിക്കുന്ന പ്രതിസന്ധികളെയും തടസ്സങ്ങളെയും ഒക്കെ മറികടക്കാൻ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഈശ്വര ശക്തിയുടെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് സാധിക്കുമെന്നാണ് കാണുന്നത്. നിങ്ങളിലെ നെഗറ്റീവായ ചിന്തകളിൽ നിന്ന് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് പുറത്തു കടക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സ്വീകരിക്കേണ്ടത് എന്തെല്ലാമാണെന്നും നിങ്ങൾ ഒഴിവാക്കേണ്ടത് എന്തൊക്കെയാണെന്നും നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സമയം തന്നെയാണ് കടന്നു വരുന്നത്. അതുപോലെ തന്നെ നിങ്ങളോടൊപ്പം മത്സരബുദ്ധിയോടെ പ്രവർത്തിക്കാൻ ചില വ്യക്തികൾ ശ്രമിക്കുന്നുണ്ടെന്നാണ് കാണുന്നത്. പക്ഷേ അവരുടെ അവരെത്രമാത്രം മത്സരിച്ച് പ്രവർത്തിച്ചാലും നിങ്ങൾക്കൊപ്പം എത്താൻ അവർക്ക് സാധിക്കില്ല. അവരൊരിക്കലും നിങ്ങൾക്കൊരു എതിരാളിയായിട്ട് വരാൻ പോകുന്നില്ല. അതായത് ഇപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥലത്താകാം, അല്ലെങ്കിൽ മറ്റെവിടെയും ആകാം, നിങ്ങൾ നല്ല രീതിയിൽ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നൊരു വ്യക്തിയായിരിക്കാം. അപ്പോൾ നിങ്ങൾക്കൊപ്പം എത്താൻ നിങ്ങളോടൊപ്പം മത്സരിക്കാൻ ചിലർ തയ്യാറാകുന്നു. അതാണിവിടെ കാണുന്നത്. പക്ഷേ എത്ര അവർ ശ്രമിച്ചാലും നിങ്ങളിലേക്ക് എത്താൻ അവർക്ക് സാധിക്കില്ല. കാരണം നിങ്ങൾ അത്രത്തോളം നിങ്ങളിൽ ദൈവാനുഗ്രഹം വർദ്ധിച്ചു വരുന്ന ഒരു സമയം തന്നെയാണ് ഇത്. അപ്പോൾ നിങ്ങൾക്ക് ഭാവിയിൽ വളരെയധികം ഗുണങ്ങൾ നേടിത്തരുന്ന പല കാര്യങ്ങളും തുടങ്ങി വയ്ക്കാൻ സാധിക്കുമെന്നാണ് കാണുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. നന്ദി.